ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT സെക്ഷൻ 3.11 സെൽസ് EMF ഇന്റേണൽ റെസിസ്റ്റൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. കൂടാതെ കുറേയധികം പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്, കാണുക. ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT സെക്ഷൻ 3.11 സെൽസ് EMF ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ്. ഓക്കെ, ആദ്യം നമുക്ക് എന്താണ് EMF എന്ന് നോക്കാം. EMF മീൻസ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഓക്കെ, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണ് EMF എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് EMF എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം: ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടെർമിനൽസ് ഓഫ് എ സെൽ വെൻ ഇറ്റ് ഈസ് ഇൻ ദ ഓപ്പൺ സർക്യൂട്ട് ഓർ നോട്ട് ഡെലിവറിങ് എനി കറന്റ്. അതായത് നമുക്കറിയാം, ഒരു സെല്ലിന് രണ്ട് ടെർമിനൽസ് ഉണ്ട്, ഒന്ന് പോസിറ്റീവ് ടെർമിനലും ഒന്ന് നെഗറ്റീവ് ടെർമിനലും. ആ രണ്ട് ടെർമിനലുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് EMF എന്ന് പറയുന്നത്. പക്ഷെ എപ്പോഴുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആ സെല്ല് ഓപ്പൺ സർക്യൂട്ടിലായിരിക്കുമ്പോൾ. ഓപ്പൺ സർക്യൂട്ടിലാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സെല്ല് എന്ത് സെൻഡ് ചെയ്യുന്നില്ല? കറണ്ട് സെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെ കറണ്ട് സെൻഡ് ചെയ്യാത്ത അവസരത്തിൽ, ഓക്കെ, അതായത് സെല്ല് ഓപ്പൺ സർക്യൂട്ടിലായിരിക്കുമ്പോൾ ആ സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിനും നെഗറ്റീവ് ടെർമിനലിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നിങ്ങൾ EMF എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ SI യൂണിറ്റ് എന്താണെന്ന് ചോദിക്കും. ഇതിന്റെ SI യൂണിറ്റ് വോൾട്ട് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസിനെ കുറിച്ചാണ്. വാട്ട് ഈസ് മീൻഡ് ബൈ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ? നമുക്ക് ആദ്യം ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ ഡെഫിനിഷൻ നോക്കാം. അതിന്റെ ഡെഫിനിഷൻ ഇതാണ്: ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഇലക്ട്രോലൈറ്റ് ഓഫ് ദ സെൽ ടു ദ ഫ്ലോ ഓഫ് കറന്റ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്. അതായത് ഒരു സെല്ലിന്റെ ഇലക്ട്രോഡുകൾക്കിടയിലൂടെ കടന്നുപോകുന്ന കറന്റിനെ ഇലക്ട്രോലൈറ്റ് കൊടുക്കുന്ന ഒപ്പോസിഷൻ ആണ് അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇനി നമുക്കറിയേണ്ടത് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത് 1 മാർക്കിന് ചോദിക്കും. അപ്പോൾ ഈ ഡിപ്പെൻഡൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഒന്നാമത്തെ പോയിന്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നാച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്. ഓക്കെ, ഇലക്ട്രോലൈറ്റിന്റെ നാച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. രണ്ടാമത്തത്, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കൃത്യമായി പഠിച്ചു വെക്കുക. മൂന്നാമത്തത്, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്. അതായത് സെല്ലിന്റെ പോസിറ്റീവ് ഇലക്ട്രോഡിനും നെഗറ്റീവ് ഇലക്ട്രോഡിനും ഇടയിലുള്ള ഡിസ്റ്റൻസിന് എന്തിനാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, നാലാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ കോമൺ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ ഇലക്ട്രോഡ് ഇമേഴ്സ്ഡ് ഇൻ ദ ഇലക്ട്രോലൈറ്റ്. അതായത് ഇലക്ട്രോലൈറ്റിൽ വെച്ചിരിക്കുന്ന ഇലക്ട്രോഡിന്റെ കോമൺ ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? നെക്സ്റ്റ് വൺ ഈസ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ ഇൻക്രീസസ് വിത്ത് ഡിഗ്രീസ് ഇൻ ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ കുറയുമ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. മനസ്സിലായില്ലേ? ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ടെമ്പറേച്ചറുമായിട്ട് ഡിപ്പെൻഡൻസ് പഠിച്ചു വെക്കുക. ടെമ്പറേച്ചർ കുറയുമ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. മനസ്സിലായില്ലേ? ഓക്കെ, ആൻഡ് വൺ മോർ പോയിന്റ്, ഒരു ഫ്രഷ്ലി പ്രിപ്പയർഡ് സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എല്ലായ്പ്പോഴും കുറവായിരിക്കും. മനസ്സിലായില്ലേ? അതിൽ നിന്ന് കൂടുതൽ കറണ്ട് നമ്മൾ പുറത്തേക്ക് എടുക്കും തോറും അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടുന്നു. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതായത് ഒരു ഫ്രഷ്ലി പ്രിപ്പയർഡ് സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് സാധാരണഗതിയിൽ കുറവായിരിക്കും. ഓക്കെ, നിങ്ങൾ അതിൽ നിന്ന് കൂടുതൽ കറണ്ട് എടുക്കും തോറും അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. നെക്സ്റ്റ് പോയിന്റ് ഈസ് വാട്ട് ഈസ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ പേരിൽ തന്നെ അതിന്റെ ഉത്തരവുണ്ട്. എന്താണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടെർമിനൽസ് ഓഫ് എ സെൽ വെൻ ദ സെൽ ഈസ് ഇൻ ക്ലോസ്ഡ് സർക്യൂട്ട് ഓർ വെൻ ഇറ്റ് ഈസ് സെൻഡിങ് കറന്റ്. അതായത് ഒരു സെല്ലിന്റെ രണ്ട് ടെർമിനലുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എപ്പോഴും ആ സെല്ല് ക്ലോസ്ഡ് സർക്യൂട്ടിലായിരിക്കും. സെല്ല് ഓപ്പൺ സർക്യൂട്ടിലായിരിക്കുമ്പോൾ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് വിളിക്കുന്ന പേര് EMF എന്നാണ്. ഓക്കെ, ക്ലോസ്ഡ് സർക്യൂട്ടിലാണെങ്കിൽ, ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സെല്ല് എന്ത് സെൻഡ് ചെയ്യുന്നു? എക്സ്റ്റേണലി കറണ്ടിനെ സെൻഡ് ചെയ്യുന്നു, പുറത്തേക്ക് കറണ്ട് സെൻഡ് ചെയ്യുന്നു എന്നർത്ഥം.
അങ്ങനെ പുറത്തേക്ക് കറണ്ടിനെ സെൻഡ് ചെയ്യുന്ന സമയത്ത് ആ രണ്ട് ടെർമിനലുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. മനസ്സിലായില്ലേ? അതിന് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്താണ്? വി ആണ്. അതിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതും എന്ത് തന്നെയാണ്? വോൾട്ട് തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ദാറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ EMF, ഇന്റേണൽ റെസിസ്റ്റൻസ് ആൻഡ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് എ സെൽ. അതായത് നമ്മളിപ്പോൾ 3 പോയിന്റുകൾ പഠിച്ചു. EMF പഠിച്ചു, ഇന്റേണൽ റെസിസ്റ്റൻസ് പഠിച്ചു, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പഠിച്ചു. ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നമ്മൾ ഡിറൈവ് ചെയ്യണം. ആ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതിന് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് അതിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രം ആണ്. ഈ സർക്യൂട്ട് ഡയഗ്രം നിങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു സെല്ല് കാണിച്ചിട്ടുണ്ട്, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R കാണിച്ചിട്ടുണ്ട്, കൂടാതെ അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ r കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ട് എത്രയാണ്? I ആണ്. മനസ്സിലായില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള കേസിൽ EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് ചോദിക്കും. EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: E = I × R+R. കറണ്ട് I ആണ്. ഓക്കെ, അവിടെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? ഇവിടെയുള്ള കേസിൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R ആണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ r ആണ്. അത് രണ്ടും എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ രണ്ട് റെസിസ്റ്റൻസിലൂടെയും പോകുന്ന കറണ്ട് എന്താണ്? സെയിം ആണ്. അതുകൊണ്ട് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R ഉം ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ r ഉം എന്താണ്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തത്. സോ ദ EMF ഈസ് ഗിവൺ ബൈ I × R+R. മനസ്സിലായല്ലോ? സോ ദിസ് എ വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കറണ്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു സർക്യൂട്ട് തന്നിട്ട് ഇവിടെയുള്ള കറണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാം? I = E / R+R എന്ന് പറഞ്ഞാൽ ഒരു സെല്ലും റെസിസ്റ്റൻസും ഉള്ള ഒരു സർക്യൂട്ട് തന്നാൽ, അതായത് ഒരു സെല്ലുണ്ട്, ഒരു സർക്യൂട്ട്, ആ സർക്യൂട്ടിൽ ഒരു സെല്ലുണ്ട്, എക്സ്റ്റേണലി ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, കൂടാതെ ആ സെല്ലിന് ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട് എങ്കിൽ അവിടെയുള്ള കേസിൽ കറണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആ സെല്ലിന്റെ EMF-നെ ആ സർക്യൂട്ടിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെയുള്ള കേസിൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസും ഇന്റേണൽ റെസിസ്റ്റൻസും സീരീസ് ആണ്. അതുകൊണ്ട് I = E / R+R. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണുന്ന ഇക്വേഷൻ ഇതാണ്: V = I × R. അതായത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസിൽ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ആണ് എന്ത് എന്ന് പറയുന്നത്? ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇതാണ് ആ രണ്ട് ടെർമിനലിന്റെയും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എവിടെയാണ് ഡ്രോപ്പ് ചെയ്യുന്നത്? എക്സ്റ്റേണൽ റെസിസ്റ്റൻസിലാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് എക്സ്റ്റേണൽ റെസിസ്റ്റൻസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V = I × R. കാരണം ആ റെസിസ്റ്റൻസിലൂടെ പോകുന്ന കറണ്ട് I ആണ്, റെസിസ്റ്റൻസ് R ആണ്. അക്കോർഡിംഗ് ടു ഓംസ് ലോ V = I × R. അപ്പോൾ ഇവിടെയുള്ള കേസിൽ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണുന്ന ഇക്വേഷൻ എന്താണ്? I × R ആണ്. മനസ്സിലായില്ലേ? ഇനി ഇവിടെ I യുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? നേരത്തെ കിട്ടിയ ഇക്വേഷൻ കൊടുക്കാം. സോ V = E × R / R+R എന്ന് എഴുതാം. മനസ്സിലായില്ലേ? ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ, അതായത് E = I × R+R എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ? ആ ഇക്വേഷനെ ഒന്ന് മാറ്റി എഴുതിയാൽ നിങ്ങൾക്ക് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് വേറൊരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ ഇതാണ്: V = E - IR. ഓക്കെ, അപ്പോൾ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ മറ്റൊരു ഇക്വേഷൻ ആണ് V = E - I × r. മനസ്സിലായില്ലേ? ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഈ ഇക്വേഷൻ നമ്മളൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റേണൽ റെസിസ്റ്റൻസ് ഒരു ഇക്വേഷൻ കിട്ടും. ഇന്റേണൽ റെസിസ്റ്റൻസ് ഇക്വേഷൻ ഇതാണ്: R = E - V / I or E/V - 1 × R. അപ്പൊ ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക, കാരണം ഇത് ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലംസ് ചോദിക്കും. ഓക്കെ, അപ്പൊ ഈ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ ഈ റിലേഷൻസ് കൃത്യമായി പഠിച്ചു വെക്കുക, ഓരോ ടേമും കൃത്യമായി മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് ഇതിലെ ചില സ്പെഷ്യൽ കേസുകളാണ്. ഓക്കെ, ഒന്നാമത്തെ കേസ് നമുക്ക് നോക്കാം. കേസ് 1 ഇതാണ്: when the cell is in open circuit. ഈ സെല്ല് ഓപ്പൺ സർക്യൂട്ടിലാണെങ്കിൽ എന്താണ് സംഭവിക്കുക? സെൽ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ നേരത്തെ പറഞ്ഞു, സെൽ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ സെൽ എന്തിനെ സെൻഡ് ചെയ്യുന്നില്ല? കറണ്ടിനെ സെൻഡ് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ കറണ്ട് എത്രയാണ്? 0 ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷനിൽ കറണ്ടിന്റെ വാല്യൂ 0 എടുക്കുക. അതായത് V = E - IR എന്ന് പറഞ്ഞ ഇക്വേഷൻ കണ്ടില്ലേ? അതിന് I 0 കൊടുത്താൽ എന്താ കിട്ടുക? V = E എന്ന് കിട്ടും. അതായത് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും EMF എന്താണ്? ഈക്വൽ ആണ്. മനസ്സിലായില്ലേ? അപ്പൊ സെല്ല് ഓപ്പൺ സർക്യൂട്ടിലാണെങ്കിൽ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും EMF എന്താണ്? സെയിം ആണെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും: എപ്പോഴാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് EMF-ന് ഈക്വൽ ആവുന്നത് ചോദിക്കും. എപ്പോഴാണ്? അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഉത്തരം പറയാം. ഒന്ന്, സെൽ എന്തിലാണെങ്കിൽ ഓപ്പൺ സർക്യൂട്ടിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം when the cell is not sending any current. സെൽ എന്ത് ചെയ്യുന്നില്ലെങ്കിൽ, ഒരു കറണ്ടും സെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും EMF എന്താണ്? ഈക്വൽ ആണെന്ന് പറയാം. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ.
അടുത്ത കേസ് നോക്കാം. രണ്ടാമത്തെ കേസ് എന്താ പറയുന്നത്? when the cell is in a closed circuit. സെൽ എന്താണ്? ക്ലോസ്ഡ് സർക്യൂട്ടിലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ സെല്ല് എന്ത് സെൻഡ് ചെയ്യുന്നുണ്ട്? കറണ്ട് സെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് സെല്ല് കറണ്ട് പുറത്തോട്ടേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കേസ് എന്താ ഇക്വേഷൻ വരുന്നത്? V = E - IR. V = E - IR എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് EMF-നേക്കാൾ കുറവാണ്. കാരണം E - IR ആണ്. ഇയിൽ നിന്ന് IR കുറച്ചു എന്ന അർത്ഥം. അപ്പൊ അത്രയും കുറവാണ്. മനസ്സിലായില്ലേ? ഓക്കെ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. അപ്പൊ നിങ്ങളോട് ചോദിക്കും ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് EMF-നേക്കാൾ കുറയുന്ന സിറ്റുവേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം when the cell send current through the external circuit. അതായത് സെല്ല് എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ കറണ്ട് സെൻഡ് ചെയ്യുന്നു എങ്കിൽ നിങ്ങൾക്ക് പറയാം അവിടെയുള്ള ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് EMF-നേക്കാൾ കുറവായിരിക്കും. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസിലേക്ക് പോവാം. മൂന്നാമത്തെ കേസിൽ നിങ്ങളോട് പറയുന്നതാണ് when the cell is being charged. അതായത് സെല്ലിനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സെല്ലിനെ ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സെല്ലിൽ നിന്ന് കറണ്ട് പുറത്തേക്ക് വരുമല്ല ചെയ്യുന്നത്, പിന്നെ എന്താ ചെയ്യുന്നത്? ചാർജറിൽ നിന്ന് കറണ്ട് സെല്ലിലേക്കാണ് പോകുന്നത്. അതായത് സെല്ലിനെ ചാർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യപ്പെട്ടു. അങ്ങനെ കറണ്ട് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നതുകൊണ്ട് V = E - IR എന്ന് പറയുന്ന ഇക്വേഷനിൽ ഐയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? -I എന്ന് കൊടുക്കണം. കാരണം എന്തുകൊണ്ടാണ്? കറണ്ട് ഡയറക്ഷൻ നേരെ റിവേഴ്സ് ചെയ്തു. സാധാരണ കറണ്ട് ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് പുറത്തേക്കാണ് വരുന്നത്, അല്ലെ? പോസിറ്റീവ് ടെർമിനലിലെ കറണ്ട് പുറത്തേക്ക് വരുന്നത്. നിങ്ങൾ ആ ഫിഗർ നോക്കൂ. ആ ഫിഗറിൽ കറണ്ട് എവിടെ നിന്നാണ് പുറത്തേക്ക് വരുന്നത്? പോസിറ്റീവ് ടെർമിനലിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. ഇനി അതിന് നമ്മളൊരു ചാർജറുമായിട്ട് കണക്ട് ചെയ്താൽ കറണ്ട് എങ്ങോട്ടേക്കാണ് പോകുന്നത്? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ടെർമിനലിലൂടെ കറണ്ട് എൻട്രി ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ കറണ്ട് ഡയറക്ഷൻ റിവേഴ്സ് ആയി. അതുകൊണ്ട് V = E - IR എന്ന് വേണം. therefore V = E + IR എന്ന് വരിക. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കേസിൽ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് EMF-നേക്കാൾ കൂടുതലാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. എന്താണ്? ഏത് സിറ്റുവേഷനിലാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് EMF-നേക്കാൾ കൂടുതലാവുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം എപ്പോഴാണ്? ആ സെല്ലിനെ ചാർജ് ചെയ്യുന്ന സമയം. മനസ്സിലായില്ലേ? അപ്പോൾ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തൊക്കെയാവാം? EMF-ന് തുല്യമാവാം, EMF-നേക്കാൾ കൂടുതലാവാം, EMF-നേക്കാൾ കുറയാം. ഈക്വൽ ആവുന്നപ്പോഴാണ് ഓപ്പൺ സർക്യൂട്ടിലാണെങ്കിൽ. ഓക്കെ, കുറവാവുന്നപ്പോഴാണ് when it is in closed circuit. എപ്പോഴാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് EMF-നേക്കാൾ കൂടുതലാവുന്നത്? when the cell is charging. മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എല്ലായ്പ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, അത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് കുറെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഓക്കെ, പ്രോബ്ലംസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.